പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്ന് ഡിസംബർ മാസം 28-ാം തീയതി ശനിയാഴ്ച. കർത്താവെ, പുതിയൊരു ദിവസം കൂടെ കാണാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു. അവിടുന്ന് ദാനമായി നൽകിയിരിക്കുന്ന ഈ ദിവസം അങ്ങയെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അങ്ങയുടെ വചനങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ വേണ്ട കൃപ നൽകണമേ. ഈശോയെ, ഈ പ്രഭാതം കാണാൻ സാധിക്കാതെ കഴിഞ്ഞ രാത്രിയിൽ മരണം മൂലം വേർപെട്ടു പോയിട്ടുള്ള എല്ലാവരുടെയും ആത്മശാന്തിക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ പ്രതി വേദനിക്കുന്ന പ്രിയപ്പെട്ടവരെല്ലാവരെയും സമർപ്പിക്കുന്നു. ഇന്നത്തെ ഞങ്ങൾ എല്ലാ പ്രാർത്ഥനകൾ വഴിയായും ശുദ്ധീകരണ സ്ഥലത്ത് വേദനിക്കുന്ന ആത്മാക്കൾക്ക് ആശ്വാസം ലഭിക്കാൻ ഇടവരുത്തി അരുളണമേ. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിലെ 26-ാം വചനം ധ്യാനിക്കാം. എന്നാൽ നിങ്ങൾ അറിയാത്ത ഒരുവൻ നിങ്ങളുടെ മധ്യേ നിൽപ്പുണ്ട്. യേശുവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് സ്നാപകയോഹന്നാൻ പറയുന്ന വാക്കുകൾ. ഈശോ ആ ജനങ്ങളുടെ ഇടയിൽ തന്നെ നിൽപ്പുണ്ട്, പക്ഷേ അവർക്ക് അവനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. ഓരോ ദിവസവും നമുക്ക് മുൻപിൽ വരുന്ന ആരൊക്കെയോ യേശുവാണ്. പക്ഷേ പലപ്പോഴും അപരനിൽ യേശുവിനെ കാണുന്നതിൽ നമുക്ക് പരാജയം നേരിടുന്നു. ഇന്ന് വളരെ ശ്രദ്ധയോടെ നമുക്ക് നമ്മുടെ ജീവിത മേഖലയിലേക്ക് ഇറങ്ങാം. ഓരോരുത്തരും ക്രിസ്തുവാണ് എന്ന രീതിയിൽ അവരോട് പെരുമാറാം. അപ്പോൾ നാം അറിയാതെ നാമും ക്രിസ്തുവായി രൂപാന്തരപ്പെടും. നമുക്കെല്ലാവർക്കും ഇന്ന് ക്രിസ്തുവായി ജീവിക്കാൻ പരിശ്രമിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.